ഹായ് ഫ്രണ്ട്സ്, ഈശോയുടെ കൂട്ടുകാർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും ക്രിസ്ത്യൻ വീടുകളിൽ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയുടെ സമയത്തും സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അമ്മയോ കാരണവന്മാരോ വീടും മൊത്തം കുന്തിരിക്കം പുകച്ചുകൊണ്ട് നടക്കുന്നത്. നമ്മളിൽ പലരും ജനിച്ച കാലം തൊട്ടേ കാണുന്നതാണെങ്കിലും ഇന്നത്തെ ഈ ബിസി ലൈഫിൽ ഇതൊക്കെ എന്തിനാ ഇപ്പോഴും ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ടാകും. എന്നാൽ സംഗതി വെറുമൊരു ആചാരം മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ നല്ല ഒന്നാന്തരം ചില കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആദ്യത്തെ കാര്യം പറയാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോഴും നമ്മുടെ മൈൻഡ് പല കാര്യങ്ങൾ ആലോചിച്ച് കാട് കയറി നിൽക്കുകയായിരിക്കും. ആ സമയത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധ കിട്ടാൻ പാടാണ്. എന്നാൽ ഈ കുന്തിരിക്കത്തിൻ്റെ സുഗന്ധം ശ്വസിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ഒന്ന് ശാന്തമാകും. ബൈബിളിൽ സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപം പോലെ ഉയരട്ടെ എന്ന്. അതായത് ഈ പുക മുകളിലേക്ക് ഉയരുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകളും പോസിറ്റീവ് എനർജിയോടെ ദൈവത്തിലേക്ക് എത്തുന്നു എന്നൊരു ഫീൽ തരാൻ ഇതിന് കഴിയും. യേശുക്രിസ്തു ജനിച്ചപ്പോൾ കിഴക്കുനിന്നും വന്ന ജ്ഞാനികൾ ഉണ്ണീശോയ്ക്ക് സമർപ്പിച്ച 3 വിശുദ്ധ കാഴ്ചകളിൽ ഒന്നായിരുന്നു കുന്തിരിക്കം. പൊന്ന് രാജ്യത്വത്തെയും മൂര് മനുഷ്യത്വത്തെയും. കുന്തിരിക്കം യേശുവിൻ്റെ ദൈവത്വത്തെയുമാണ് പ്രകടിപ്പിച്ചത്. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ് ക്രിസ്തു എന്ന പ്രഖ്യാപനമാണ് കുന്തിരിക്കത്തിലൂടെ നൽകപ്പെട്ടത്. വീടുകളിൽ കുന്തിരിക്കം പൊയ്ക്കുമ്പോൾ അത് ആ ഭവനത്തെയും അവിടെയുള്ള വ്യക്തികളെയും ദൈവസന്നിധിയിൽ വിശദീകരിക്കുന്നു. മാത്രമല്ല, തിന്മയുടെ ശക്തികളെ അകറ്റി ദൈവിക ചൈതന്യം നിറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ഇനി ഇത്തിരി മോഡേൺ സയൻസ് പറയാം. പണ്ടത്തെ ആൾക്കാർ വെറുതെ ഒരു രസത്തിന് ചെയ്തതല്ല ഇത്. പ്രകൃതിദത്തമായ കുന്തിരിക്കത്തിന് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. ഇത് അന്തരീക്ഷത്തിലെ വായുവിനെ ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും സഹായിക്കും. മാത്രമല്ല, ഇതിൻ്റെ സുഗന്ധം നമ്മുടെ തലച്ചോറിലെ സ്ട്രെസ്സ് കുറയ്ക്കുമെന്നും ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ രാവിലെ പുതിയൊരു ദിവസത്തിലേക്ക് ഇറങ്ങുമ്പോഴും വൈകുന്നേരം ക്ഷീണിച്ച് വീട്ടിൽ കയറി വരുമ്പോഴും ഈ പുക ശ്വസിക്കുന്നത് വഴി ഒരു നാച്ചുറൽ റിലാക്സേഷൻ കൂടിയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കാനും വായു ശുദ്ധീകരിക്കാനും കുന്തിരിക്കം പോയിക്കുന്ന ഈ ശീലം നമുക്ക് തുടരാം. പരമ്പരാഗതമായ ഈ അറിവുകൾ പുതിയ തലമുറയ്ക്കും നമ്മൾ പകർന്നു നൽകേണ്ടതുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുപോലുള്ള കൂടുതൽ നല്ല അറിവുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.